മുംബൈ കടലിൽ ഒരു വർഷം എത്തുന്നത് 50 ലക്ഷം കിലോ പ്ലാസ്റ്റിക് എന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. സമുദ്രങ്ങളിൽ നിന്നും നദികളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മലിനീകരണം നീക്കം ചെയ്യുന്നതിനായി പ്രവർത്തിക്കുന്ന നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള ദി ഓഷ്യൻ ക്ലീനപ്പ് നടത്തിയ ഒരു വർഷം നീണ്ടുനിന്ന പഠനത്തിലാണ് ഈ വിവരമുള്ളത്. 2024 മെയ് മുതൽ 2025 മെയ് വരെ നടത്തിയ പഠനത്തിൽ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ പ്ലാസ്റ്റിക് മലിനീകരണം താനെ കടലിടുക്ക്, മലാഡ് കടലിടുക്ക്, വസായ് കടലിടുക്ക് എന്നിവയിൽ നിന്നാണ്. 220 കിലോമീറ്റർ തീരപ്രദേശം, 152 ചതുരശ്ര കിലോമീറ്റർ കണ്ടൽക്കാടുകൾ, 107 സംരക്ഷിത ഇനങ്ങൾ, സമുദ്ര ആവാസ വ്യവസ്ഥയെ ആശ്രയിക്കുന്ന 19 ലക്ഷം ജീവിവർഗം എന്നിവയെ ഇത് ബാധിക്കുന്നു. പ്ലാസ്റ്റിക് കടലിലേക്ക് എത്തിച്ചേരുന്നത് തടയുന്നതിനുള്ള ഉപകരണങ്ങൾ മഴക്കാലം എത്തുന്നതിന് മുൻപ് സ്ഥാപിക്കാൻ ദി ഓഷ്യൻ ക്ലീനപ്പ് ഉദ്ദേശിക്കുന്നു. 61 മുതൽ 92 ടൺ വരെ പ്ലാസ്റ്റിക് വീണ്ടെടുക്കാൻ ഇത്തരം ഉപകരണങ്ങളിലൂടെ കഴിയും. വേലിയേറ്റ സമയത്ത് മാലിന്യം പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും മുംബൈയിലുടനീളമുള്ള 50 അഴുക്ക് ചാലുകളിൽ നിന്നാണ് ഏകദേശം 50 ലക്ഷം കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യം അറബിക്കടലിലേക്ക് ഒഴുകിയെത്തുന്നത്. വാഷി കടലിടുക്കിൽ വേലിയേറ്റത്തോടൊപ്പം 10,000 കിലോ പ്ലാസ്റ്റിക് പലപ്പോഴും എത്തുന്നുണ്ട്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയുമായി ഏകോപിപ്പിച്ചായിരുന്നു പഠനം നടത്തിയത്. 2025 പരിസ്ഥിതി ദിനമായ ജൂൺ 5 ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിക്കാട്ടിയത്. ഇന്ത്യയിലെമ്പാടും, എന്തിനാ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അതിന്റെ അലയൊലികൾ പ്രകടമാണ്. മണ്ണും വായുവും മലിനമാക്കുന്ന ഈ മലിനീകരണം മനുഷ്യരാശിക്ക് തന്നെ ആപത്താണെന്നത് ഓർക്കാതെ വയ്യ. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.